ലോകത്ത് നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ പാറിപ്പറക്കുന്ന പതാക എന്ന് പറയുന്നത് ഫലസ്തീൻ്റെ പതാകയാണ്. ഫലസ്തീൻ എന്ന രാജ്യം നിലവിൽ വന്നിട്ടില്ല. എന്നാൽ ഇവിടെ 100-ൽ പരം രാഷ്ട്രങ്ങൾ UN അംഗീകരിച്ചത് തന്നെ ഉണ്ടായിട്ട് പോലും നിലവിൽ വരാത്ത ഒരു രാഷ്ട്രത്തിൻ്റെ പതാകയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പാറിപ്പറക്കുന്നത്. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രയേലിൻ്റെ ഈ വംശഹത്യക്കെതിരെയും ഇത്തരത്തിൽ ഭക്ഷണം തടയുന്നതിനെതിരെയും സമരങ്ങൾ നടക്കുമ്പോഴും ഈ ഭീകരരാഷ്ട്രം തീർച്ചയായും അത് മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഇക്കഴിഞ്ഞ ദിവസം ഒരു ഖത്തറും ഈജിപ്തും അതുപോലെ തുർക്കിയും അടങ്ങുന്ന അമേരിക്കൻ പ്രസിഡന്റും അടങ്ങുന്ന സംഘം ഒരു കരാറിൽ ഒപ്പുവെക്കുകയാണ്. ഇനി ഗാസയിൽ യുദ്ധമില്ല, മിഡിൽ ഈസ്റ്റിൽ യുദ്ധമില്ല എന്ന ഒരു വലിയ പീസ് പ്ലാൻ. ഇത് അറബ് രാജ്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടുണ്ടായതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഈ കരാർ അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് ഇടപെടുന്ന ഈ ഒരു കരാറിനെ പോലും ലംഘിക്കാൻ ജൂത ലോബികൾക്ക്, ജൂതരാഷ്ട്രത്തിന്, ഈ ഭീകരരാഷ്ട്രത്തിന് ഒരു മടിയുമില്ല എന്ന് തെളിയിക്കുന്ന പ്രവർത്തനങ്ങളാണ് അവർ ഇപ്പോഴും ഗാസയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗാസയുടെ ഏകദേശം 58% കൂടുതൽ ഇപ്പോഴും ഇസ്രയേൽ സേനയുടെ പക്കലാണെന്ന് നമുക്കറിയാം. അവർ പൂർണ്ണമായും പിന്മാറിയിട്ടില്ല. എന്നാൽ അതുവഴി കടന്നു വരുന്ന സാധാരണക്കാരായ ഫലസ്തീനികൾ നോർത്തിലേക്കും മറ്റും സ്വന്തം വീട് തേടി ഈ സീസ്ഫയറിൻ്റെ ആനുകൂല്യത്തിൽ വീട് തേടി പോകുന്ന സാധാരണക്കാരെ ഒരു കാരണവും കൂടാതെ വെടിവെച്ച് കൊന്നുകളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ കുറ്റകൃത്യമാണ്, സീസ്ഫയർ ലംഘനമാണ് ഇസ്രയേൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രയേലിൻ്റെ ഷിൻബെറ്റിൻ്റെ ഒരു സംഘം ഗാസയിലുണ്ടെന്നും ഗാസയിൽ സ്പൈ ആയി പ്രവർത്തിച്ചുകൊണ്ട് ചില ആളുകളെ, ഈ കഴിഞ്ഞ ദിവസം പത്രപ്രവർത്തകരെയൊക്കെ ഒരു ഗാസയിലെ സീസ്ഫയർ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത അൽ ജസീറയുടെ ഇതാണെന്ന് തോന്നുന്നു ഒരു പത്രപ്രവർത്തകനെ ഈ സംഘം കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇസ്രയേലിൻ്റെ വെടിനിർത്തൽ കരാർ ലംഘനമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.